പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ആമേൻ. കർത്താവിന് ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഞാനിപ്പോൾ ഈ വീഡിയോയിൽ നിന്ന് ബൈബിൾ സ്റ്റഡിയുടെ കാര്യമല്ല, എന്നാൽ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊരു വീഡിയോ കാണാൻ ഇടയായി. ഒരു അധർമ്മം പ്രചരിപ്പിക്കുന്ന ഒരാൾ, എനിക്ക് തോന്നുന്നു അയാൾ നിരീശ്വരവാദികളുടെ കൂട്ടത്തിൽപ്പെട്ട ആളാണ്. നേരത്തെ പണ്ടേ ഉണ്ട് ഇയാളിങ്ങനെ കുറേ ഈശ്വര വിശ്വാസത്തെ, പ്രത്യേകിച്ച് കത്തോലിക്ക ക്രിസ്തീയ വിശ്വാസത്തെ, ബൈബിളിനെ, അത് ക്രിസ്തീയ എല്ലാ കൂട്ടായ്മകൾക്കും എതിരായിട്ട് ഇദ്ദേഹം ഇങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യനാണ്. ജോസ് കണ്ടത്തിൽ എന്ന് കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹത്തിനെ കണ്ടു, പലപ്പോഴും കണ്ടിട്ട് അങ്ങനെ വിടുകയാണ്. ഫേസ്ബുക്കിൽ ഞാൻ കണ്ടു. അപ്പോൾ അതിൽ എനിക്ക് അത് മനസ്സിൽ വേദന ഉണ്ടാക്കിയത്, ഞാനങ്ങ് തള്ളിക്കളഞ്ഞായിരുന്നു. വേദന ഉണ്ടാക്കിയ ഒരു കാര്യം, ഇത് എന്തെന്ന് അറിയാൻ വയ്യാത്ത കുറച്ച് പേര് അതിനനുകൂലിച്ച് അയാൾ പറഞ്ഞ നുണകളെല്ലാം ഏറ്റുപറഞ്ഞ് വീഡിയോ അങ്ങനെയാണ്, ക്രിസ്ത്യാനികൾ അങ്ങനെയാണ്, ഇങ്ങനെയാണെന്നൊക്കെ അയാൾ പറഞ്ഞത് ശരിയാണെന്നുള്ള വിധത്തിൽ ഒരു കമൻറ്റുകളുണ്ട്. അപ്പോൾ കമൻറ്റ് ഇടുന്നതിൽ തെറ്റില്ല. പക്ഷേ നമ്മളൊരു കാര്യം കമൻറ്റ് ചെയ്യുമ്പോൾ അത് നമ്മൾ സത്യമാണോ ഇല്ലയോ എന്ന് അറിയാതെ പറയരുത്. സത്യമാണോ ഇല്ലയോ എന്ന് അറിയാതെ പറയുമ്പോൾ എന്തുവാ അതിനകത്തുള്ളത്? നമ്മൾ പറയും വിവരമില്ലാത്തവരെന്ന് പറയും. അങ്ങനെയല്ല, വിവരം എല്ലാവർക്കും ഉണ്ട്, പക്ഷെ അത് ഉപയോഗിക്കുന്നില്ല. വിവരബോധം ഇല്ലാതെ ചെയ്യുന്നു. അങ്ങനെ ചെയ്യരുത്. നമ്മളങ്ങനെ ഒരാളോട് സംസാരിച്ചാൽ എന്ത് സംഭവിക്കും? അവിടെ വഴക്കും വക്കാണവും പിന്നെ കയ്യേറ്റവും ദേഹോപദ്രവവും ആവും, അല്ലേ? വിവരമില്ലാത്ത വർത്തമാനങ്ങളൊക്കെ പറഞ്ഞാൽ. അപ്പോൾ നിങ്ങൾ കമൻ്റ് ഇടുമ്പോൾ അത് വളരെ ശ്രദ്ധിക്കണം. അറിയാവുന്ന കാര്യത്തിലേ പറയാം. ഈ പറയുന്നവർ എന്തൊക്കെയാണ് അറിയുന്നത്, അവരെങ്ങനെ പഠിച്ചു, അവർക്ക് എന്തോ ഉണ്ട്, പറയുന്നതിൽ വല്ല വാസ്തവമുണ്ടോ, നമുക്ക് ഒന്ന് ചിന്തിക്കാം. അതായത് ഈ ജോസ് കണ്ടത്തിൽ എന്ന് പറയുന്ന പേര് കേൾക്കുമ്പോൾ തോന്നും അയാൾ ക്രിസ്ത്യാനിയാണ്, കത്തോലിക്കനാണെന്നൊക്കെ പറയും എന്നൊക്കെ തോന്നും. അല്ല, അയാൾ നിരീശ്വരവാദിയാണ്. ഈ പേരിൽ ഒരാൾ ക്രിസ്ത്യാനിയാണ്, അല്ലെങ്കിൽ കത്തോലിക്കയാണ്, അല്ലെങ്കിൽ ക്രിസ്ത്യാനിയാണെന്നുള്ള ഒരു നമുക്ക് തീരുമാനമെടുക്കാൻ പറ്റത്തില്ല. ഇന്ന് പേരുകളൊക്കെ എല്ലാവരും ഒരുപോലെയൊക്കെ ഉപയോഗിക്കുന്നു. അതല്ല ഞാൻ പറഞ്ഞത്. ഈ ക്രിസ്ത്യാനികൾക്ക് ഈ പേര് എങ്ങനെ ഉണ്ടായി? ഈ മനുഷ്യൻ പറയുന്നതെല്ലാം പച്ച നുണകളാണ്. സത്യമായിട്ടുള്ള ഒരു കാര്യങ്ങളും പറഞ്ഞില്ല. ഒന്ന് രണ്ട് കാര്യം അയാൾ പറഞ്ഞത്, ഇപ്പോൾ ഇൻക്വിസിഷൻ, പിന്നെ ഡയോജനീസ് ബ്രൂണോ എന്ന് പറയുന്ന ഡൊമിനിക്കൻ വൈദികൻ്റെ മരണം, ഇതൊക്കെ അയാൾ പറഞ്ഞൊരു ശാസ്ത്രജ്ഞനും കൂടിയായിരുന്നു അദ്ദേഹം. ആസ്ട്രോനട്ട്, അതായത് ആസ്ട്രോളജി, സ്പേസിനെ പറ്റി പഠിച്ച ഒരു ശാസ്ത്രജ്ഞനായിരുന്നു അന്നത്തെ കാലത്ത്, 1300 അപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണം, ഇതൊക്കെ പറഞ്ഞത് കാര്യം ഇങ്ങനെ നടന്നു. പക്ഷേ എങ്ങനെയാണെന്നുള്ള അയാൾ പറഞ്ഞതെല്ലാം പച്ച നുണയാണ്, കൊള്ളരുതാഴികയാണ് തികച്ചും. അപ്പം ഇദ്ദേഹം ആരാണെന്ന്, അപ്പം ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ആ മനുഷ്യൻ ആരാണെന്നും കൂടെ ഒന്ന് അന്വേഷിക്കണം. ഇയാൾക്ക് ഇതൊക്കെ പറയാൻ ഇയാൾക്ക് എവിടുന്നാണ് ഇതൊക്കെ ബോധമുള്ളത്, ഈ ബോധ്യമുള്ളത് എവിടുന്ന് കിട്ടി എന്നുള്ളതും കൂടെ ചിന്തിക്കണം. അദ്ദേഹം ആരാണെന്ന് അറിയുമ്പോൾ അത് മനസ്സിലാകും. അപ്പോൾ ഞാൻ പറയുന്നത്, എനിക്കത് ക്രിസ്ത്യാനികളല്ല, ഹിന്ദു സഹോദരങ്ങളാണ്, ഹൈന്ദവ പേരാണ്, പക്ഷേ അവർ ഹിന്ദു സഹോദരങ്ങളാണ്, ഹിന്ദു മതത്തിൽ ആഴമേറിയ വിശ്വാസമുള്ളവരാണ്, എന്തെങ്കിലും ഗ്രാഹ്യമുള്ളവരാണെങ്കിൽ അവരത് പറയത്തില്ല. ക്രിസ്തു മതത്തെക്കുറിച്ച് അങ്ങനെ പറയത്തില്ല. ക്രിസ്തു മതത്തെക്കുറിച്ച് അത് ആധികാരികമായിട്ട് പറയാൻ പഠിച്ചവർ വേണം. അത് സ്വാമി വിവേകാനന്ദജിയുടെ, ഞാൻ പലപ്പോഴും ഒന്നോ രണ്ട് എപ്പിസോഡുകൾ ആദ്യകാലത്ത് പറഞ്ഞിട്ടുണ്ട്. അതായത് എനിക്ക് കഴിഞ്ഞ ഒക്ടോബറിലോ ആഗസ്റ്റിലോ കണ്ടാണെന്ന് തോന്നുന്നു ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ അദ്ദേഹത്തിന് പറയാൻ കഴിയും. കാരണം
അദ്ദേഹം ഹിന്ദു മതത്തെ നവീകരിക്കാനും അതൊരു മതമാക്കി മാറ്റാൻ, അതുവരെ ഒരു മതമല്ലായിരുന്നു അടുത്ത കാലം വരെ, 10-400 വർഷങ്ങൾക്ക് മുൻപ് വരെ ഒരു മതമായിട്ടല്ല, പല പല വിഗ്രഹങ്ങളെ ആരാധിച്ചു കൊണ്ടിരുന്ന ഓരോ കൂട്ടങ്ങൾ, അതിനെ മതമാക്കാൻ പലരും പരിശ്രമിച്ചിട്ടുണ്ട്. രാജാറാം മോഹൻ റോയ്, അറിയാം, ഗോപാലകൃഷ്ണ ഗോഖലെ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അവരൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ അതൊന്നും പോരാ, അതൊന്നും ശരിയായിട്ടില്ല. എവിടെയെങ്കിലും അവിടെ എന്തെങ്കിലും അവർ ചെയ്യുന്ന പ്രവർത്തനത്തിൽ ഒരു കൂട്ടം അപ്പോഴും കാണുമെന്നേ ഉള്ളൂ. പക്ഷേ വിവേകാനന്ദജി എന്ത് ചെയ്തു? അദ്ദേഹം ഇതിനെപ്പറ്റി പഠിക്കാണ്ട് ഈ മതത്തെപ്പറ്റി പഠിക്കുമ്പോൾ, ഹിന്ദു മതത്തെ ഒന്ന് നവീകരിക്കാൻ നോക്കിയപ്പോൾ അദ്ദേഹം കണ്ട ലോകത്തിൽ ഏറ്റവും നല്ല ഒരു മതം, അതിനെ പഠിക്കേണ്ട, അതിനെ ആധാരമാക്കേണ്ടത് ക്രിസ്തു മതമായിരുന്നു, ക്രിസ്തു മതത്തിലെ പ്രവർത്തനങ്ങളായിരുന്നു. അതിന് അദ്ദേഹം ലോകം മുഴുവനും ചുറ്റി സഞ്ചരിച്ചു. അപ്പോൾ അവിടങ്ങളെല്ലാം മഠങ്ങൾ, ആശ്രമങ്ങൾ, മഠങ്ങളെന്ന് പറയുമ്പോൾ സന്യാസിനികൾ താമസിക്കുന്നത്, ആശ്രമങ്ങൾ, വൈദികർ, പുരോഹിതർ, സന്യാസികൾ താമസിക്കുന്നത്, ഇവിടെ എല്ലാം അദ്ദേഹം കയറി ഇറങ്ങി എല്ലാം കണ്ടു, കേട്ടു, പഠിച്ചു, മനസ്സിലാക്കി. എന്നിട്ടാണ് അദ്ദേഹം ഇവിടെ വന്ന്, ഭാരതത്തിൽ വന്ന് അദ്ദേഹവും അതുപോലുള്ള മഠങ്ങളും ആശ്രമങ്ങളും ഒക്കെ സ്ഥാപിക്കാൻ ശ്രമിച്ചു. അതൊക്കെ നമുക്കറിയാം, ഞാൻ ഒരുപാട് വിശദീകരിക്കുന്നില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്നിട്ട് ഇതെല്ലാം പഠിച്ചിട്ട് അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം ഒരിക്കലും ക്രിസ്തു മതത്തെ തെറ്റായിട്ട് പറഞ്ഞിട്ടില്ല. ഈ പറയുന്നവരൊക്കെ അത് മനസ്സിലാക്കണം. ആധികാരികമായിട്ട് പറയാൻ കഴിവുള്ള ആളാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്ന അദ്ദേഹത്തിൻ്റെ വിവേകാനന്ദ സാഹിത്യ സർവസ്വം, ആ പുസ്തകം ഞാനൊരു 40 വർഷം മുൻപ് വായിച്ചതാണ്, എങ്കിലും എനിക്ക് ഓർമ്മയുണ്ട്. എൻ്റെ കയ്യിലുണ്ടായിരുന്നു, ഇപ്പോഴില്ല. അപ്പോൾ ആ പുസ്തകത്തിൽ അദ്ദേഹം എനിക്ക് തോന്നുന്നു 17-19 പേജ് വരെ ഉണ്ടെന്ന് തോന്നുന്നു. ഒരു അധ്യായം മുഴുവൻ ശ്രീ യേശുദേവൻ എന്നുള്ള പേരിലുള്ള ഒരധ്യായമാണ്. അപ്പോൾ അതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, യേശുദേവനെ നമ്മൾ വെറും ഒരു ദേവനായിട്ട് മറ്റ് നമ്മുടെ സങ്കല്പങ്ങൾ പോലെ ആചരിക്കാൻ പറ്റുകയില്ല, ആരാധിക്കാൻ, നമുക്ക് സ്മരിക്കുവാൻ, മാനിക്കാൻ, ബഹുമാനിക്കാനല്ല നമ്മൾ ചെയ്യേണ്ടുന്നത്. അദ്ദേഹത്തെ യേശുദേവൻ എന്ന് പറഞ്ഞാൽ പോരാ, ദൈവപുത്രനായിട്ട് തന്നെ നമ്മൾ കണ്ട് ആരാധിക്കണം എന്നാണ് വിവേകാനന്ദജി പറഞ്ഞത്, സ്വാമി വിവേകാനന്ദജി. പിന്നെ എന്താ നിങ്ങൾ അല്പമെങ്കിലും ആലോചിക്കാതെ ഇതൊക്കെ കേട്ട് പഠിക്കാതെയൊക്കെ വരുന്നത്? ഇങ്ങനെയുള്ള കമൻറ്റുകളൊക്കെ ഇടുമ്പോൾ നമ്മൾ കുറച്ചൊക്കെ ഒന്ന് അന്വേഷിക്കണം. ഒരുപക്ഷെ കൂടുതൽ അറിയാൻ വയ്യായിരിക്കും. അപ്പോൾ ആധികാരികമായിട്ട് പറയാൻ കഴിവുള്ളവർ, പഠിച്ചവർ, അറിഞ്ഞവർ ഒരിക്കലും അങ്ങനെ അല്ലാതെ തെറ്റായിട്ട് പറഞ്ഞിട്ടില്ല. ഈ ജോസ് കണ്ടത്തിലെന്ന് പറയുന്ന മനുഷ്യൻ, അയാൾ ക്രിസ്ത്യാനിയല്ല, അയാൾ കത്തോലിക്കനാണെന്നൊക്കെ ഓരോരുത്തർ പറയാനില്ല. അയാൾ ക്രിസ്ത്യാനിയേ അല്ല, അയാൾ നിരീശ്വരവാദിയാണ്. അപ്പം നമുക്ക് ജോസഫ് ഇടമറുക്, ലോകത്തിൽ പേരുകെട്ട ഒരു, അയാൾ മരിച്ചുപോയി, അയാളൊരു ദൈവനിഷേധിയായിരുന്നു, നിരീശ്വരവാദിയായിരുന്നു. ദൈവത്തിനെതിരായിട്ട് അയാൾ ഒരുപാട് എഴുതുകയും പ്രസംഗിക്കുകയും ഒക്കെ ചെയ്യുന്നു. ഇതുപോലുള്ള പൊട്ടക്കള്ളങ്ങളൊക്കെ ആയിരുന്നു അയാളുടെ വാദമുഖങ്ങളൊക്കെ. ഏതൊരു കൊച്ചു കുഞ്ഞിന് പോലും ഖണ്ഡിക്കാൻ പറ്റുമായിരുന്നു. അങ്ങനത്തുള്ള പൊള്ളത്തരങ്ങളൊക്കെ കാണിക്കും. കാരണം ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് പൊള്ളത്തരം പറഞ്ഞു നടക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ആ വീഡിയോ അത് വിശ്വസിച്ചവർ ചിലരല്ലേ, അതാണ് എനിക്ക് പ്രയാസം ഉണ്ടാക്കിയത്. മറ്റുള്ളവർ പോട്ടെ. അപ്പോൾ അവർ ഒന്നും അറിയാൻ വയ്യാത്തവർ ഇതെല്ലാം കേട്ട് ഇതാണ് ശരി എന്ന് പറയും. കാരണം അയാളുടെ പേരതാണ്, ജോസ് എന്നുള്ള പേര്. ഇനി ഞാൻ പറയട്ടെ, പേര് നോക്കി പറയാൻ പറ്റത്തില്ലെന്ന് ഞാൻ പറഞ്ഞു. ഒരു മനുഷ്യൻ്റെ പേര് കേട്ടാൽ ക്രിസ്ത്യാനികൾക്ക് പ്രത്യേകം പേരുണ്ടോ? ഉണ്ട്, ഇപ്പോഴുണ്ട്. മുൻപ് ഈ പേരുകളൊക്കെ എവിടുന്ന് വന്നു? ഇത് ഒരു ക്രിസ്തു മതം, ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്തതിന് ശേഷമാണ് ക്രിസ്തു മതത്തിനൊരു രൂപഭാവം വന്നത്. അതിനു മുൻപ് ക്രിസ്തുവിൻ്റെ ജീവിതകാലത്ത് അങ്ങനൊരു രൂപഭാവം വന്നിട്ടില്ല. അടിസ്ഥാനം വിട്ടു ശിമയോൻ പത്രോസിൻ്റെ പേരിൽ. പക്ഷേ ഈ സഭയെ ഞാൻ പണിയും എന്ന് പറഞ്ഞു. അത് പണിഞ്ഞത്
പെന്തക്കോസ്ത നാൾ സ്വർഗാരോഹണം ചെയ്ത് 10 ദിവസമാണ് പെന്തക്കോസ്ത നാളിലാണ് ആ സഭയുടെ ബീജാവാപം നടന്നത്. അത് ഒരു പരിവർത്തനം ചെയ്തു വന്നു. ബീജാവാപം അവിടെ പറഞ്ഞു, അത് കേസറിയയിൽ പത്രോസും ശിഷ്യന്മാരും ഒക്കെ ഉള്ളപ്പോൾ തന്നെ പറഞ്ഞെല്ലാം വെച്ചു. അതാണ് ബീജാവാപം ചെയ്തത്. അപ്പോൾ അന്ന് ഈ പേരുകളൊക്കെ എവിടെ നിന്നുണ്ടായി? അതിന് മുൻപ് എങ്ങനെയാണ് ക്രിസ്ത്യാനിക്ക് പേരുണ്ടായെന്ന്? ഇങ്ങനെയുള്ള പേര് സാധാരണ മനുഷ്യരുടെ പേരുകളാണ്, ഇപ്പോഴുള്ള പേരുകളാണ് നമുക്ക് ഉള്ളതുപോലെ, അന്യമതസ്ഥർക്ക് ഇവിടെയും ഉള്ളതുപോലെ ആ പേരുകളേ ഉള്ളൂ. അപ്പോൾ ആ പേരുകളുള്ള മനുഷ്യർ ക്രിസ്തു മാർഗത്തിൽ വന്ന് ക്രിസ്തുവിനെ പോലെ ആയി അനുയായിയായി വിശുദ്ധ ജീവിതം നയിച്ച് വിശുദ്ധീകരിക്കപ്പെട്ട് മരിച്ച് സ്വർഗത്തിൽ ചെന്നപ്പോൾ ക്രിസ്തുവിനോടുകൂടി ആയപ്പോൾ അവർ വിശുദ്ധരായിട്ട് വാഴ്ത്തപ്പെട്ടു, പ്രഖ്യാപിക്കപ്പെട്ടു, ആചരിക്കപ്പെട്ടു. നമ്മൾ അങ്ങനെ ആചരിച്ചു വരുന്ന അപ്പോൾ അവരുടെ പേരുകൾ നമ്മൾ സ്വീകരിച്ചു. പിന്നെ വരുന്നവർ അങ്ങനെയാണ് ക്രിസ്ത്യാനിക്ക് ആ പേരുണ്ടായത്. ഇപ്പോൾ അലക്സാണ്ടർ ദി ഗ്രേറ്റ് ഒരു ചക്രവർത്തി ക്രിസ്തുവിന് 300-350 വർഷങ്ങൾക്ക് മുൻപ് ലോകം മുഴുവനുമൊക്കെ അന്ന് അറിയപ്പെട്ടിരുന്ന ലോകഭാഗങ്ങൾ ഭൂരിഭാഗവും ഒരു 80% കീഴടക്കി അദ്ദേഹം ലോകം മുഴുവൻ കീഴടക്കി എന്നുള്ള പേരിൽ ചക്രവർത്തിയായി. അതിനാണ് ദി ഗ്രേറ്റ് എന്ന് ഇരുന്നു അലക്സാണ്ടർ ദി ഗ്രേറ്റ് പേര്. അലക്സാണ്ടർ അന്ന് ക്രിസ്തു മതമുണ്ടോ? ക്രിസ്തു ജനിച്ചിട്ട് പോലുമില്ല. ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷത വന്നിട്ടില്ല. അതിന് 340 വർഷങ്ങൾക്ക് മുമ്പാണെന്ന് തോന്നുന്നു. അപ്പോൾ അതുപോലെ അപ്പോൾ അന്നത്തെ ആ പേരുകളൊന്നും ക്രിസ്ത്യൻ പേരുകളല്ല, സാധാരണ എല്ലാവർക്കും ഉള്ള പേരുകളാണ്. പിന്നെ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ഓരോരുത്തരുടെ പേരുകൾ ക്രിസ്ത്യാനികൾ വെറുക്കുന്നവരുടെ പേരുകളൊക്കെ പറഞ്ഞു. ലെനിന്, സ്റ്റാലിന്, അഡോൾഫ് ഹിറ്റ്ലർ. ഈ മനുഷ്യന് എന്തോ പറ്റിയെന്ന് മുഴുഭ്രാന്താണ്. അവരാരും ക്രിസ്ത്യാനികളല്ലായിരുന്നു. മാതാപിതാക്കൾ ക്രിസ്ത്യാനികളായിരുന്നു ഇവർ, പക്ഷേ ക്രിസ്ത്യാനികളല്ല. അവർ ഒരു മതത്തിലും പെടാത്തവരായിരുന്നു, ഈശ്വര വിശ്വാസികളെ അല്ലായിരുന്നു. എന്നിട്ട് ക്രിസ്തു വിരോധികളുമായി. കാരണം അവരുടെ മാതാപിതാക്കളും കുടുംബങ്ങളെല്ലാം ക്രിസ്ത്യാനികളായിരുന്നു. അതുകൊണ്ട് അപ്പോൾ ഒരു മതത്തിലും പെടാത്ത. ഇന്നിപ്പോൾ യേശുദാസ് എന്ന് പറയുന്നു, പക്ഷേ യേശുവായിട്ട് വല്ല ബന്ധമുണ്ടോ? അദ്ദേഹം ക്രിസ്ത്യാനിയല്ല, അദ്ദേഹം തന്നെ പറയുന്നല്ലോ, അല്ല. അതുപോലെ AK ആൻ്റണി ക്രിസ്ത്യാനിയല്ലെന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ക്രിസ്ത്യാനിയല്ല. പിന്നെ എങ്ങനെയാണ് ക്രിസ്ത്യാനിയാകുന്നത്? അവർ മനസ്സുകൊണ്ട് അത് തീരുമാനിച്ച് ക്രിസ്തു അനുയായിയായി വരുമ്പോഴാണ് ക്രിസ്ത്യാനിയാകുന്നത്. അപ്പോൾ ഇദ്ദേഹം പറയുന്നത്, ഞാനിപ്പോൾ ലെനിൻ്റെ കാര്യം എടുക്കാം. ലെനിന്, സ്റ്റാലിന്. ലെനിൻ കാറൽ മാർക്സ് എന്നിട്ട് പറയുന്നുണ്ട് കത്തോലിക്കനായിരുന്നു. ചിലരൊക്കെ തട്ടി വിടുന്നുണ്ട്, വേറെയും ചിലർ. അവർ കത്തോലിക്കനും അല്ല, ക്രിസ്ത്യാനിയല്ല, യഹൂദനാ. ഇതൊന്നും അറിയാൻ വയ്യാത്തവരെന്തിനാ ഇങ്ങനത്തെയൊക്കെയുള്ള വർത്തമാനങ്ങളൊക്കെ പറയുന്നത്? അദ്ദേഹം യഹൂദനാ. അദ്ദേഹം അനുഭവിച്ച പട്ടിണിയും ദാരിദ്ര്യവും ഇല്ലായ്മയും ദുഃഖവും ക്ലേശവും ചില്ലറയല്ല. അതുകൊണ്ടാണ് അദ്ദേഹം കമ്മ്യൂണിസം ആ രീതിയിൽ ഒരു സിദ്ധാന്തം ഉണ്ടാക്കി ചിന്തിച്ച് സിദ്ധാന്തം ഉണ്ടാക്കിയ ദൈവമില്ല, ദൈവമാണ് മനുഷ്യൻ്റെ വിരോധി, മനുഷ്യൻ്റെ ശത്രു എന്നുള്ള വിധത്തിൽ അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എഴുതിയത്. അതിനെപ്പറ്റി വിശദമായിട്ട് പറയണമെങ്കിൽ ഞാൻ 2-3 എപ്പിസോഡ് ചെയ്യണം. അതിൻ്റെ ചരിത്രമായിട്ട് കാര്യമായിട്ട് എനിക്ക് പറയാൻ കഴിയും, എനിക്ക് ആധികാരികമായിട്ട് പറയാൻ കഴിയും. അതുകൊണ്ടാണ് അതിന് ഇപ്പോൾ ഞാൻ മുതിരുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ജീവിതത്തിൽ ഈ സിദ്ധാന്തത്തിൽ ആകൃഷ്ടരായി ലെനിന്, സ്റ്റാലിൻ ഇവരൊക്കെ ആകർഷകരായ അങ്ങനെ കുറേ പേര് വന്നു. അപ്പോൾ റഷ്യയിലാണ് അത് സ്വീകരിച്ചത്. അതിനെപ്പറ്റി ഞാൻ ഇപ്പോൾ അത് വിശദീകരിച്ചാൽ നമ്മുടെ സമയങ്ങളെല്ലാം പോകും, പറയേണ്ടുന്ന കാര്യങ്ങൾ പറയാതെ വരും. അതുകൊണ്ട് അത് ഞാൻ നിർത്തുന്നു, പിന്നെ ഒരിക്കലാകട്ടെ. അപ്പോൾ ലെനിന് മാതാപിതാക്കൾ അങ്ങനെ ആയിരുന്നെങ്കിലും സ്റ്റാലിനും അങ്ങനെ ആയിരുന്നെങ്കിലും അവർ ക്രിസ്ത്യാനികളല്ലായിരുന്നു, ഒരു മതത്തിലും പെടുന്നവരല്ലായിരുന്നു. പകരം മാതാപിതാക്കളോടുള്ള ദേഷ്യത്തിന് അവരെ എന്തിന് ജനിപ്പിച്ചു എന്നുള്ള ആ ദേഷ്യത്തിൽ അവർ ക്രിസ്തു വിരോധികളായി. കാരണം അവർ ക്രിസ്ത്യാനികളാണല്ലോ. അപ്പോൾ അവരനുഭവിച്ച ക്ലേശങ്ങളും ദുരിതങ്ങളും ദാരിദ്ര്യങ്ങളും എല്ലാം അതിൻ്റെ ഫ്രസ്ട്രേഷൻ ക്രിസ്ത്യാനികളുടെ ക്രിസ്തുവിൻ്റെ പേരിൽ, ബൈബിളിൻ്റെ പേരിൽ തീർക്കുകയായി.
അവരെങ്ങനെയാണ് ക്രിസ്ത്യാനിയാകുന്നത്? ഈ മനുഷ്യൻ ഇതുപോലും അറിയാം എന്തിനാ പാവപ്പെട്ട ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയുമെന്നാണ് അദ്ദേഹം വിചാരിച്ചത്. നുണയനെന്ന് പറയുന്ന ആരാ? ലോകത്തിൽ 2 സാമ്രാജ്യങ്ങളാണ് ഉള്ളത്, ശക്തികളാണുള്ളത് ആത്മീയ രംഗത്ത്. ഒന്ന് സാത്താൻ്റെ, പിശാചിൻ്റെ, ഒന്ന് ദൈവത്തിൻ്റെ. അപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതികൾക്ക് എതിരായിട്ട് സാത്താൻ്റെ പദ്ധതികൾ വരും, എവിടെയും പ്രവർത്തിക്കും. അത് കാണാം. ബൈബിളിൽ കർത്താവ് യേശു തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം 44-ാം വാക്യം പറയുന്നുണ്ട്. അവർ ഫരിസേയരോട് യേശു പറയുന്നുണ്ട്, നിങ്ങളുടെ പിതാവായ പിശാചിൽ നിന്നുള്ളവരാണ് നിങ്ങൾ. കാരണം അവർ തിന്മയാണ് പ്രവർത്തിക്കുന്നത്, പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്നത് വേറൊന്ന്. മറ്റ് ജനതകൾക്ക് അവർ ദൈവത്തിൻ്റെ ആ ഒരു സന്തോഷവും സമാധാനവും അവർ കൊടുക്കുന്നില്ല. അവർ ജനങ്ങളെ ക്ലേശിപ്പിക്കുകയാണ്, കൂടുതൽ ക്ലേശം കൊടുക്കുകയാണ് ചെയ്യുന്നത്. അവരുടെ ഉപദേശങ്ങൾ പോലെയല്ല അവരുടെ ജീവിതം, ഘടകവിരുദ്ധമാണ്. അതുകൊണ്ട് കർത്താവ് ദേഷ്യപ്പെട്ടാണ് പറയുന്നത്, നിങ്ങളുടെ പിതാവായ പിശാചിൽ നിന്നുള്ളവരാണ് നിങ്ങൾ. എന്നിട്ട് അവനാകട്ടെ ആദ്യം മുതൽ കൊലപാതകിയാണ്. കാരണം അവൻ നുണയനും നുണയുടെ പിതാവുമാണ്. പിശാചിൽ നിന്നാണ്. അത് കർത്താവിൻ്റെ ദൈവത്തിൻ്റെ രാജ്യം, ദൈവരാജ്യത്തിന് എതിരായിട്ട് വരുന്നവരാണ് പിശാച്. ദൈവരാജ്യം സത്യമായിട്ടുള്ളതാണ്, മനുഷ്യൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ളതാണ്, അതാണ് സത്യം. മറ്റേത് അസത്യം, കള്ളം, വ്യാജം. അപ്പോൾ നുണ പറയുന്നവരാരാണ്? പിശാചിൻ്റെ സന്തതിയാണ്. അവരുടെ പിതാവ് ആരാണ്? നുണയൻ. കണ്ണ് നല്ലപോലെ തുറന്ന് നല്ലപോലെ മനസ്സിനെ എല്ലാം ബലപ്പെടുത്തിക്കൊണ്ട് പറയുകയാണ്, നുണ പറയുകയാണ്, പച്ചക്കള്ളം മനുഷ്യരുടെ മുഖത്ത് നോക്കി. ഈ പച്ചക്കള്ളം അതാണ് പിശാചിൻ്റെ പണി. അവൻ ആദ്യം മുതൽ കൊലപാതകിയാണെന്നാണ് പറയുക. എവിടെയാണ് ആദ്യം മുതൽ കൊലപാതകിയാണ്? ഉൽപ്പത്തി 3-ാം അധ്യായം, ബൈബിളിൽ ഉൽപ്പത്തി 3-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അറിയാം. അവൻ ഏറ്റവും ആദ്യം, അതായത് അത് ചരിത്രാതീത കാലങ്ങൾക്ക് മുൻപ്, യുഗാരംഭങ്ങൾക്ക് മുൻപ് നടന്ന സംഭവമാണ് ഉൽപ്പത്തിയിൽ ചരിത്ര രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അന്ന് മുതൽ അവൻ്റെ സ്വഭാവം മനുഷ്യനെ തെറ്റിക്കുക, ദൈവത്തിൽ നിന്ന് അകറ്റുക എന്നുള്ളതാണ്. ഇനി ജ്ഞാനം 3:10 മുതൽ 13 വരെ പറയുന്നുണ്ട്. ജ്ഞാനം ബൈബിളിൽ വിസ്ഡം അതിൽ പറയുന്നുണ്ട്, സാത്താൻ്റെ സന്തതികളാണ് അത്, സാത്താൻ്റെ പ്രവർത്തനമാണ് തിന്മ പ്രവർത്തിക്കുന്നത്. ഇനി വെളിപാട് 12:9 അത് തന്നെയാണ് പറയുന്നത്. ആ വലിയ സർപ്പം സർവ്വലോകത്തെയും വഞ്ചിക്കുന്ന സാത്താനെന്നും പിശാചെന്നും വിളിക്കപ്പെടുന്ന ആ പുരാതന സർപ്പം ഭൂമിയിലേക്ക് വലിച്ചെറിയപ്പെട്ടു. ആ പിശാചിൻ്റെ സന്തതികളാണ് ഈ വരുന്നവർ, അവരുടെ ഏജൻറ്റുമാരാണ്. കാരണം സ്വർഗത്തിൽ നിന്ന് അവർക്ക് ഇടമില്ലാതായി അവിടുന്ന് താഴേക്ക് വലിച്ചെറിയപ്പെട്ടു. ദൈവമായിട്ടും ദൂതന്മാരുമായിട്ട് യുദ്ധം ചെയ്യാനാണ് വന്നത്. അപ്പോൾ അവനും അവൻ്റെ ദൂതന്മാരും താഴേക്ക് വന്നു. അതിലിപ്പം അത് തലമുറയായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. പിശാചിൻ്റെ പ്രവർത്തനം എപ്പോഴും ഉണ്ട്, അത് അനുവദിക്കപ്പെട്ടിരിക്കുകയാണ്, സ്വാതന്ത്ര്യമുണ്ട്. മനുഷ്യന് വേണോ അത് വേണോ ഇത് വേണോ തീരുമാനിക്കാൻ, തിരഞ്ഞെടുക്കാൻ. ഈ ജോസിന് അതുപോലെ ഇദ്ദേഹത്തിന് എന്തെങ്കിലും ഫ്രസ്ട്രേഷൻ, അന്ന് ചിലപ്പോൾ ഒരു പക്ഷേ ഇദ്ദേഹം ചെറുപ്പത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ അവരുടെ സഭാധികാരികളിൽ നിന്നോ മറ്റുള്ളവരിൽ നിന്നൊക്കെ ഉണ്ടായിക്കാണും. അതിൻ്റെ ഫ്രസ്ട്രേഷൻ, നിരാശ, കോപം, താപം ഇതെല്ലാം തീർക്കാനാണോ ഇത് ബൈബിളിനെയും ഒരു സമൂഹത്തെ ലോകമെങ്ങും ആദരിക്കുന്ന, ലോകമെങ്ങും വ്യാപിച്ച് കിടക്കുന്ന ഒരു സമൂഹത്തെ മുഴുവനും അധിക്ഷേപിക്കാൻ അയാൾ ശ്രമിക്കുകയാണ്. അപ്പോൾ ഇവർ ഇങ്ങനെ പറയുന്നവർ, ഇങ്ങനെ ചെയ്യുന്നവർ, ഈ നിരീശ്വരവാദികൾ എന്ന് പറയുമ്പോൾ അവർ സർപ്പത്തിൻ്റെ ഈ പറഞ്ഞ പിശാചിൻ്റെ സന്തതികളാണ്.
അവരെ തലമുറകളാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഈ മനുഷ്യൻ്റെ മുഖം നോക്കിയാൽ അറിയാം ഒരു ഗ്രേസ് ഇല്ലാത്ത ഒരു സന്തോഷമോ സമാധാനമോ ഒന്നും ഇല്ലാതെ കണ്ടാലറിയാം ഒരു വല്ലായ്മയാണ്, ഒരു നല്ല ഒരു മനുഷ്യത്വം ഇല്ല. ഏതൊരു ഈശ്വര വിശ്വാസിക്ക് അത് ഏത് മതത്തിലും ആകട്ടെ അവരുടെ മുഖം കണ്ടാൽ അതിനൊരു പ്രത്യേകതയുണ്ട്. അതില്ലല്ലോ. കാരണം ഞാൻ അപ്പോൾ ഇത് പറയുമ്പോഴാണ് ഓർമ്മ വരുന്നത്, ഡാവിഞ്ചി, പ്രശസ്ത ചിത്രകാരൻ ഡാവിഞ്ചി ക്രിസ്തുവിൻ്റെ അന്ത്യത്താഴ സമയം അത് ചിത്രീകരിക്കുമ്പോൾ അദ്ദേഹം ചിത്രം വരയ്ക്കുമ്പോൾ അദ്ദേഹം എല്ലാവരെയും വരച്ചു, യേശുവിനെയും വരച്ചു, എല്ലാവരെയും വരച്ചു. യൂദാസിനെ വരയ്ക്കാൻ പറ്റിയില്ല, കാരണം ഇയാൾ സാത്താൻ്റെ സന്തതിയായിരുന്നു, ഏജൻ്റായിരുന്നു. അങ്ങനത്തെ ഒരാളിനെ കിട്ടണം, അത് പറ്റിയില്ല. അദ്ദേഹം എല്ലാം പലയിടത്തും അറിയാവുന്നിടത്തെല്ലാം പോയി. അവസാനം ആരെയും കണ്ടു കിട്ടിയില്ല. അത്രയ്ക്കും ഒരു ക്രൂരനായ മനുഷ്യനെ, അത്രയ്ക്കും നിരാശയോ വൈരാഗ്യമോ ഒക്കെ പിടിച്ച ഒരു മനുഷ്യനില്ല. അദ്ദേഹം നോക്കിയ ഒരു ജയിലുകളിലൊക്കെ ചെന്ന് നോക്കിയപ്പോൾ, ജയിലുകളൊക്കെ പോയി അവിടെയെങ്കിലും കാണും കുറ്റവാളികളുടെ അവിടെ ചെന്നപ്പോൾ ഒരു മനുഷ്യനെ കണ്ടുമുട്ടി. അദ്ദേഹം ആവശ്യം പറഞ്ഞു, ക്ഷമിക്കണം, അദ്ദേഹം പേടിച്ച് ഭയന്നിട്ടാണെങ്കിലും പറഞ്ഞു, എനിക്കൊന്ന് വരയ്ക്കാൻ വേണ്ടിയാണ്, ഒന്ന് മുളട്ടിരുന്ന് തരണം. അപ്പോൾ ആ മനുഷ്യൻ ക്രുദ്ധനായി. വർഷങ്ങൾക്ക് മുൻപ് എന്നെയാണ് നിങ്ങൾ യേശുവിന് വേണ്ടി വരച്ചത്, എൻ്റെ മുഖമാണ് യേശുവിന് വേണ്ടി നിങ്ങൾ പകർത്തിയത്. ഇപ്പോൾ യേശുവിൻ്റെ വിരോധിയായ, യേശുവിനെ മനുഷ്യകുലത്തെ മുഴുവനും ഒറ്റിക്കൊടുക്കാൻ ഒരുങ്ങിയ സാത്താൻ്റെ ഏജൻ്റായ പ്രതിനിധിയായ യൂദാസിനെ വരയ്ക്കാൻ എന്നെ തന്നെ നിങ്ങൾ വീണ്ടും തിരഞ്ഞെടുത്തു. ശരിയാണ്, അന്നത്തെ യേശുവിൻ്റെ മനുഷ്യനല്ല ഇപ്പോൾ ഞാൻ ഏറ്റവും തിന്മപ്പെട്ടവനാണ്. അതാണ് ഞാൻ ഇന്ന് ഈ ജയിലിലായത്. ഈ ജോസിന് ഞാൻ പറഞ്ഞത് ഇദ്ദേഹത്തിൻ്റെ മുഖഭാവം കാണുമ്പോഴറിയാം. അപ്പോൾ ഇവരൊക്കെ ഇങ്ങനെയാണ് വന്നത്. അന്ന് യേശുവിനോട് സാദൃശ്യമുള്ളവനായിരുന്നവൻ ഇന്ന് സാത്താൻ്റെ സാദൃശ്യത്തിൽ ആയിപ്പോയി, ഛായയിലായിപ്പോയി. ഇവൻ പറയുന്നതൊന്നും വിശ്വസിക്കരുത്. അപ്പോൾ ഞാൻ ഈ സാത്താൻ്റെ പ്രവർത്തനം എല്ലായിടത്തും ഉണ്ട്. ഇയാൾ പറഞ്ഞത്, അപ്പോൾ ഇവർ ലെനിനും സ്റ്റാലിനും ഒക്കെ ക്രിസ്ത്യാനികളെ എല്ലാവരെയും കൊന്നൊടുക്കി. സത്യമാണ്, എല്ലാവരെയും കൊന്നൊടുക്കി. ആരാ? ക്രിസ്ത്യാനിയായിട്ടാണോ അയാൾ? ക്രിസ്ത്യാനിയോടുള്ള വിരോധം കൊണ്ട്, പിന്നെ അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടി. സ്റ്റാലിൻ കൊന്നത് അത്രയും ജനങ്ങളെ ഇന്ന് വരെ ലോകത്ത് ഒരു സാമ്രാജ്യത്തിലും ഒരു ഭരണാധിപന്മാരും ഒരു യുദ്ധത്തിലും കൊന്നിട്ടില്ല. ഏറ്റവും കൂടുതൽ മനുഷ്യരെ കൊന്നത് അവരാണ്. ക്രിസ്ത്യാനികളെ, യഹൂദരെയും തിരഞ്ഞു പിടിച്ചു കൊല്ലുകയായിരുന്നു, ദൈവവിശ്വാസികളെ എല്ലാവരെയും. അവിടെ മറ്റു മതക്കാരില്ലല്ലോ, അതുകൊണ്ട് യഹൂദരെയും ക്രിസ്ത്യാനികളെയും. ലെനിനും അങ്ങനെയാണ് അധികാരം പിടിച്ചെടുത്തത്. അധികാരം ലെനിനിലാണല്ലോ ആദ്യമായിട്ട് എടുത്തത്. ഇനി മറ്റുള്ള കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല, അതൊക്കെ. ഇനി അയാൾ ഹിറ്റ്ലറുടെ കാര്യം പറഞ്ഞു. ഹിറ്റ്ലർ എന്തുമാത്രം നിരാശയിലും ദുഃഖത്തിലും കഠിന ക്ലേശത്തിലുമാണ് ആ ബാലൻ മരിച്ചത്, അല്ല ആ ബാലൻ വളർന്നു വന്നത്. താലോലിക്കാൻ ആരുമില്ല, പിതാവിനെ കണ്ടുകൂടാ, പിന്നെ അമ്മയില്ല. അപ്പോഴിങ്ങനെയൊക്കെ വന്ന ഒരു കഠിനമായ ഒരു നിരാശയിലും വൈരാഗ്യത്തിലും വിരുദ്ധതയിലുമാണ് അദ്ദേഹം വളർന്നത്. അപ്പോൾ അതാണ് അദ്ദേഹം പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിലെല്ലാം വന്ന യഹൂദന്മാരെ കൊന്നു, ക്രിസ്ത്യാനികളെ കൊന്നു, എല്ലാവരെയും കൊല്ലുകയായിരുന്നു. ഒരു ക്രിസ്ത്യാനി ഒരിടത്തും ആരെയും കൊന്നിട്ടില്ല, ഒരു യഹൂദനെയും കൊന്നിട്ടില്ല, ഇതര മതസ്ഥരെ ആരെയും കൊന്നിട്ടില്ല, ഇന്നും കൊല്ലുന്നില്ല. അവർ കൊല്ലപ്പെടുകയാണ്, അവർ വധിക്കപ്പെടുകയാണ്. ആദ്യം മുതലേ അങ്ങനെയാണ്. ഇയാൾ പറഞ്ഞ ഒരു കാര്യം, കുരിശുയുദ്ധം എങ്ങനെയാണ് ഉണ്ടായത്? ഈ മനുഷ്യൻ ചരിത്രം എന്തിനാണ് വളച്ചു പിടിക്കുന്നത്? ഇയാൾക്ക് ഇച്ചിരിയൊക്കെ വിദ്യാഭ്യാസമുള്ളവനാണ്. പക്ഷേ ഇദ്ദേഹം എന്താ ഇങ്ങനെ നുണ പറയുന്നതിന്, ആ നുണ ചരിത്രത്തെ അതൊക്കെ തമസ്കരിച്ച് നുണ തന്നെ ആക്കി തീർക്കുകയാണ്. ഇസ്ലാം മതക്കാർ അറേബ്യയിൽ ആ ചുറ്റുപാടുള്ള പ്രദേശങ്ങളിലെല്ലാം യഹൂദരെയും ക്രിസ്ത്യാനികളെയും കൊന്നൊടുക്കിയും ബലാത്കാരമായിട്ട് അവരെ അവരുടെ മതത്തിൽ ചേർത്തും മുഹമ്മദ് അവിടെ സ്ഥാപിച്ചു, ഇസ്ലാം മതം സ്ഥാപിച്ചു. ഇനി അവർ മാത്രമായിട്ട് പിന്നെ വന്നവരും ഭരണാധികാരികളും
ആ മതത്തിൻ്റെ ഖലീഫമാരും എല്ലാവരും കൂടെ ഒക്കെ ചേർന്ന് എന്താ ഇത് ബാക്കിയുള്ള സ്ഥലങ്ങളുമായി, അത് ഇസ്രായേലിലും ജെറുസലേമിലും പലസ്തീനായാലും മുഴുവനിലുമായി ക്രിസ്ത്യാനികളെ യഹൂദരെ എല്ലാം കൊന്നൊടുക്കി. അവരാരും തിരിഞ്ഞ് ഒന്നും ചെയ്യാനായിട്ട് പോയില്ല, ആരെയും കൊല്ലാനോ പിടിച്ചു കെട്ടാനോ ഒന്നും പോയില്ല. കാരണം അവർ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. കാരണം ദൈവമാണ് അവരുടെ രക്ഷകൻ. അവർ പ്രതികാരം ദൈവത്തിൻ്റെതാണ്, ഞങ്ങളുടേതല്ല, ക്രിസ്ത്യാനികളുടേതല്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഇനി അങ്ങനെ സാമ്രാജ്യം സ്ഥാപിച്ച് തുർക്കിയും ഇസ്ലാമവൽക്കരിക്കപ്പെട്ടു. അപ്പോൾ അവിടാണ് ക്രിസ്തീയ കേന്ദ്രമായിരുന്നു അവിടെ. അപ്പോൾ ക്രിസ്തീയ കേന്ദ്രമെല്ലാം അവരെല്ലാം പിടിച്ചടക്കി, അതെല്ലാം നശിപ്പിച്ച് പള്ളികളെല്ലാം മോസ്കുകളാക്കി അതെല്ലാം പിടിച്ചടക്കി അവരെ എല്ലാവരെയും ബലാത്കാരമായിട്ട് മുഹമ്മദ് ഇസ്ലാം മതത്തിൽ ചേർത്തു. എന്നിട്ട് അവർ പലരും പലായനം ചെയ്തു. ലക്ഷക്കണക്കിന് ജനങ്ങൾ വധിക്കപ്പെട്ടു. ക്രിസ്ത്യാനികൾ അവരാരും തിരിഞ്ഞൊന്നും ചെയ്യാൻ പറ്റിയില്ല, എല്ലാം രക്തപ്പുഴ ആയിരുന്നു അവിടങ്ങളിലെല്ലാം. എന്നിട്ട് അവരിങ്ങനെ വന്നിട്ട് ഇനി യൂറോപ്പിലെ ബാക്കി രാജ്യങ്ങളോട് അങ്ങോട്ട് ചെന്ന് കീഴടക്കുകയായിരുന്നു. പല രാജ്യങ്ങളും പല സ്റ്റേറ്റുകളും ചെറിയ സ്റ്റേറ്റുകളെല്ലാം കീഴടക്കി. അങ്ങനെ വന്നപ്പോൾ അവരെ മോചിപ്പിക്കാനാണ് കുരിശ് യുദ്ധം ഉണ്ടായത്. ആ സ്ഥലങ്ങളെ മോചിപ്പിക്കാൻ അവരാരെയും കൊന്നിട്ടല്ല, അത് മോചിപ്പിക്കാൻ വേണ്ടി അവർ യുദ്ധം ചെയ്തു. അതിന് ഈ വിവരം കേട്ട ഈ മനുഷ്യനെന്താ ഇങ്ങനെ പറയുന്നത്, കുരിശ് യുദ്ധം ഉണ്ടായത് ഇങ്ങനെയാണെന്ന്, അവരെ കൊല്ലാനാണെന്ന് അവർ തന്നെ ഇറങ്ങി തിരിച്ചതാണോ? അവരുടെ രാജ്യങ്ങളും സ്ഥലങ്ങളും വസ്തുക്കളും പള്ളികളും എല്ലാം ദൈവാലയങ്ങളെല്ലാം പിടിച്ചെടുത്ത് അവരുടെ ആരാധനാലയങ്ങളാക്കുകയും ആ മനുഷ്യരെയെല്ലാം നിഷ്ഠൂരമായിട്ട് കൊല ചെയ്യുകയും പീഡിപ്പിക്കുകയും ചെയ്തപ്പോൾ അത് മോചിപ്പിക്കാൻ വേണ്ടി അവർ യുദ്ധത്തിനിറങ്ങി. കാര്യം ശരിയാണ്, പക്ഷേ അതിനൊന്നും ഒരു ഐക്യരൂപം ഇല്ലായിരുന്നു. അപ്പോഴപ്പോൾ തോന്നിയെടുത്ത് ഇറങ്ങുകയായിരുന്നു. അതൊക്കെ ഞാൻ ചരിത്രമായിട്ട് അറിയാവുന്നവരൊക്കെ ഒരുപാട് പേരുണ്ട്. പക്ഷേ ചരിത്രത്തെ വളച്ചൊടിച്ച് പഠിപ്പിക്കുന്ന ആൾ ഞാൻ പഠിക്കുമ്പോഴും അത് ഒരു പ്രൊഫസർ, ഒരു ഇസ്ലാം മതക്കാരനായിരുന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് ഓർമ്മിക്കുന്നില്ല, വലിയ കാലങ്ങളൊക്കെ പറയാമല്ലോ. അപ്പോൾ അദ്ദേഹം ഇതുപോലെ വളച്ചൊടിച്ച് അതിനെ ഈ കുരിശ് യുദ്ധത്തെ പറയാറ് കൂടെ എൻ്റെ മുഖത്ത് നിന്ന് പോയി അയാൾ നോക്കുമായിരുന്നു. ഞാൻ മുൻപിൽ ഇരുന്നുകൊണ്ട് നോക്കുമായിരുന്നു. അപ്പോൾ അതും ഇതുപോലെ അവരുടെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി അവർ ചെയ്യും. അപ്പോൾ ഇനിയും ബൈബിളിലെ ഇതുപോലെ ഏറ്റവും ഹീനമായ പുസ്തകം ലോകത്തിൽ ഇതുപോലെ ഒരെണ്ണം ഉണ്ടായിട്ടില്ല എന്നൊക്കെ പറഞ്ഞ ഇയാൾ ഒന്ന് മനസ്സിലാക്കണം. വോൾട്ടയറിനെ പറ്റി കേട്ടിട്ടുണ്ടല്ലോ, ഫ്രഞ്ച് വിപ്ലവത്തിന് തീപ്പൊരി ഉണ്ടാക്കിയ ആളാണ് വോൾട്ടയർ. റൂസോ മോണ്ടസ്ക്യൂയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, അപ്പോൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ വോൾട്ടയർ അതിലുള്ള ആളാണ്. ഇയാൾ കടുത്ത ക്രിസ്തു വിരോധി. അയാൾ ഈ ജോസിൻ്റെ കൂട്ട് പറഞ്ഞു, 100 വർഷം ആകുമ്പോഴത്തേക്ക് ഞാൻ ഈ ലോകം മുഴുവനും ക്രിസ്ത്യാനികൾ ഇല്ലാതാക്കും, ബൈബിൾ എന്ന് പറയുന്നതും ഇല്ലാതാക്കും, അതുകൊണ്ട് ക്രിസ്ത്യാനികളും ഇല്ലാതാകും, നിങ്ങൾ ശ്രദ്ധിച്ചോണോ എന്ന് പറഞ്ഞു. ജാഗ്രതയോടെ ഇരുന്നോണമെന്ന്. അത് ക്രിസ്ത്യാനികൾ ഇല്ലാതാക്കും, ബൈബിൾ ഇല്ലാതാക്കും. ഒറ്റ ബൈബിൾ പോലും കാണത്തില്ല. അയാൾ കാണുന്ന എല്ലാം അയാൾ കത്തിച്ച് കളയുമായിരുന്നു. എന്നിട്ട് അയാൾ ക്രിസ്ത്യാനികൾക്കെതിരായിട്ട് ലേഖകളും പുസ്തകങ്ങളും ഇതെല്ലാം അച്ചടിച്ച് പ്രസിദ്ധീകരിക്കുമായിരുന്നു. പ്രിയപ്പെട്ടവരെ, അതൊന്ന് നിങ്ങൾ കേട്ടോണം, ചരിത്ര സത്യമാണ്. ആർക്കും അത് വളച്ചൊടിക്കാനും ചെയ്യാനൊന്നും പറ്റത്തില്ല. അയാൾ 50 വർഷമേ ജീവിച്ചുള്ളൂ. പിന്നെ 50 വർഷം കഴിഞ്ഞ് അയാൾ മരിച്ചു. അയാളെ കൊണ്ട് വല്ലതും സാധിച്ചു? അയാൾ എന്തുവായി? പക്ഷേ ക്രിസ്തു ഇന്നും ജീവിക്കുന്നു, ക്രിസ്ത്യാനികൾ ഇന്നും വന്നുകൊണ്ടിരിക്കുന്നു, ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. 50 വർഷം അയാൾ 100 വർഷം എന്ന് പറഞ്ഞാൽ 50 വർഷം അയാൾ ജീവിച്ചോളൂ. എന്നിട്ട് പറ്റിയ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. അയാളുടെ ഭവനവും ചെറിയ പ്രസ്സും ഉണ്ടായിരുന്നത് ഫ്രഞ്ച് ബൈബിൾ സൊസൈറ്റി വിലയ്ക്ക് വാങ്ങി അവിടെ ബൈബിൾ അച്ചടിക്കാൻ വലിയ പ്രസ് സ്ഥാപിച്ചു. അവിടെ മുദ്രണം ചെയ്യുന്ന ബൈബിളിൻ്റെ ഗോഡൗണായി അത് ലോകം മുഴുവനും വിതരണം ചെയ്യാനുള്ള. ഇങ്ങനെ ഇത് വലിയ വീമ്പിളക്കിയ മനുഷ്യന് വോൾട്ടയർ. ജോസേ, എവിടാണ് കർത്താവ് സാവൂളിനോട് പറഞ്ഞ പോലെ അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ പറയുന്നുണ്ട്, നീ ഇരുമ്പാണിയിലാണ് തൊഴിക്കുന്നത്, ഓർമ്മ വേണം. പക്ഷെ നിനക്ക് വേണ്ടി ഞങ്ങളെ പ്രാർത്ഥിക്കും. കർത്താവ് എപ്പോഴും എല്ലാവർക്കും വേണ്ടി തൻ്റെ ഹൃദയം തുറന്നിട്ടിരിക്കുകയാണ് ക്ഷമയോടെ. ആ സാവൂളിനെ പറ്റിയാണ്. സാവൂളാണ് വിശുദ്ധ പൗലോസ്. പിന്നീട്
അത് പിന്നെ ക്രിസ്തുവിന് വേണ്ടി മരിക്കാനായിട്ട് ഇങ്ങനെ ദാഹിച്ച് നടന്ന് ക്രിസ്തുവിനെ പ്രഘോഷിച്ചുകൊണ്ട് ക്രിസ്തുവിന് വേണ്ടി എനിക്ക് മരിക്കണമെന്നും പറഞ്ഞ് എത്രയോ ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചു, കൊന്നു. കുഞ്ഞുങ്ങളെയും ഇത് സ്ത്രീകളെയും മുതിർന്നവരെയും കുഞ്ഞുങ്ങളെ വരെ. അപ്പം അതുപോലെ ഇയാൾ ഇറങ്ങിത്തിരിച്ച് നമ്മുടെ ബൈബിളിനൊന്നും ഒരു കുഴപ്പവും വരത്തില്ല, ക്രിസ്ത്യാനിക്ക് ഒരു കുഴപ്പവും വരികയില്ല, തനിക്ക് കുഴപ്പം വരും. താൻ രക്ഷപ്പെടണം. അതിനുവേണ്ടി ഓരോ ക്രിസ്ത്യാനികളും പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവരെ, ഞാൻ എല്ലാം ഒന്നും പറയാൻ പറ്റില്ല, നമ്മുടെ സമയങ്ങളേതായി. ഒരുപാട് ഇയാളെ പുരോഹിതരെയും കന്യാസ്ത്രീകളെയൊക്കെ ചീത്ത പറയുന്നുണ്ട്. അവർ ചെയ്യുന്നത് പോലുള്ള ആ നന്മ പ്രവൃത്തികൾ, ശുശ്രൂഷകൾ എല്ലാവരും തള്ളിക്കളഞ്ഞവർക്ക് വേണ്ടി, ഓടയിൽ എറിഞ്ഞു കളഞ്ഞവർക്ക് വേണ്ടി വേറെ ഏതെങ്കിലും മതത്തിൽ ആരെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇവർക്കാർക്കും ചെയ്യാൻ പറ്റത്തില്ല. ചെയ്തിട്ടുണ്ടോ? അവരിങ്ങനെ ചെയ്ത് ജീവിക്കുന്നതാണ്. ഇവിടെ 1,00,000 10,000 എങ്ങാണ് ഒരാൾ ചിലപ്പോൾ തെറ്റിപ്പോയെന്നും പറഞ്ഞുകൊണ്ട് അതിന് കത്തോലിക്ക സഭയ്ക്ക് അത് പരിഹരിക്കാൻ കഴിയും. അവരെ വെറും ചെയ്യുകയല്ല, അവരുടെ ജീവിതത്തെ രീതിയിൽ അവരെ വിട്ടേക്കുക, പറഞ്ഞു വിട്ടേക്കുക, സഭയിൽ നിന്ന് പുറത്താകും. അവർക്ക് ജീവിക്കാൻ ആവശ്യമുള്ള വക ചെയ്തിട്ട്. അത് കന്യാസ്ത്രീകളായാലും അങ്ങനെയാണ്. ഒരു 4-5 കന്യാസ്ത്രീകൾ ജെസ്യൂട്ട് കന്യാസ്ത്രീകൾ ഇവിടെ പഞ്ചാബിൽ നിന്നോ അങ്ങോട്ട് ഇറങ്ങി ഇവിടെ വന്ന് കുറേ ബഹളം ഉണ്ടാക്കിയല്ലോ. അതെന്നും പറഞ്ഞുകൊണ്ട് ഒരു ബിഷപ്പിനെതിരായിട്ട്. അവർക്ക് ജീവിക്കണമെങ്കിൽ, അവർക്ക് വിവാഹം കഴിച്ച് ജീവിക്കണമെങ്കിൽ, ആരെങ്കിലുമായിട്ട് പ്രേമമുണ്ടെങ്കിൽ, സ്നേഹമുണ്ടെങ്കിൽ, ആ സുഖം ഇനി ആസ്വദിക്കണമെന്ന് തോന്നിയെങ്കിൽ അതിനവരെ സഭയിൽ നിന്ന് വിടും. അതിന് ചില വകുപ്പുകളുണ്ട്. അവർക്ക് ജീവിക്കാനുള്ള വകയും കൂടെ കൊടുക്കും. അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർ സ്വന്തമായിട്ട് ആവശ്യപ്പെട്ട് അവരുടെ വീട്ടുകാരും എല്ലാവരെയും അറിയിച്ച് എല്ലാവരുമായിട്ട് ചേർന്ന് അവരെ അവിടുന്ന് മാറ്റി അവർക്ക് ജീവിക്കാനുള്ള വകയും കൊടുത്ത് അവരുടെ ഇഷ്ടമുള്ള ജീവിതത്തിന് അവരെ വിട്ടു. പിന്നെ വീട്ടുകാർക്കാണ് ചുമതല, അല്ല മഠത്തിനില്ല. ഇങ്ങനെയൊക്കെ ഉള്ളിടത്ത് കയറി പ്രശ്നമുണ്ടാക്കിയവരെ ഇയാൾ താങ്ങി പറയാനൊക്കെ അവരൊക്കെ ആരും അറിവില്ലാതെ, ബോധ്യമില്ലാതെ അങ്ങനെയൊന്നും ആരും പറയരുത്. അപ്പോൾ ക്രിസ്ത്യാനികളെ കാര്യങ്ങൾ ഇതാണ്. പിന്നെ ഞാൻ പറയുന്നത് ഇൻക്വിസിഷൻ, അത് സ്പെയിനിൽ നടന്നതാണ് ആ മധ്യ നൂറ്റാണ്ടിൽ. അന്നത്തെ കാലത്ത് ശാസ്ത്രം ഇത്രയും വികസിച്ചിട്ടില്ല, ദൈവശാസ്ത്രവും വികസിച്ചിട്ടില്ല, അത്രയും ആരും പഠിച്ചിട്ടില്ല. അപ്പോൾ ക്രിസ്തു വിരോധികൾ, സഭാവിരോധികൾ എന്ന് പറയുന്നവരെ അവരോട് ചുട്ടു കൊന്നിട്ടുണ്ട്. അന്നും മാർപ്പാപ്പന്മാർ 23-ാം യോഹന്നാൻ മാർപ്പാപ്പ മുതൽ 1900 മുതൽ ഇങ്ങോട്ട് വരുന്നവരെല്ലാം ക്ഷമ ചോദിച്ചിട്ടുണ്ട്. അതിനവർ മുൻഗാമികൾ ഇങ്ങനെ അറിവില്ലാതെ ചെയ്തു പോയ തെറ്റുകൾക്ക് ഇപ്പോഴും ക്ഷമ ചോദിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോഴത്തെ മാർപ്പാപ്പയും ക്ഷമ ചോദിച്ചു. ഇത് ഏതൊരു മതത്തിലോ ഏതൊരു സഭയിലോ എവിടെയെങ്കിലും നടക്കുന്നുണ്ടോ? നടക്കത്തില്ല. അത് കത്തോലിക്ക സഭയിൽ അല്ലെങ്കിൽ ക്രിസ്തീയ സഭയിൽ മാത്രമേ നടക്കത്തുള്ളൂ. ക്രിസ്തീയ സഭകളിൽ മാത്രം നടക്കും. അതുകൊണ്ട് ഈ ജോസിനെ കേൾക്കുന്നവരും അത് വിശ്വസിക്കുക, അത് മനസ്സിലാക്കണം. പൊട്ടത്തരമാണ്, പൊട്ടത്തെറ്റാണ്. ഇദ്ദേഹത്തിന് വാതുറക്കാനുള്ള ഇത് കഴിവ് പോലുമില്ല. കാരണം അതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെയൊക്കെ പറയുന്നത്. അതിനുള്ള യോഗ്യതയില്ല. പിന്നെ പറഞ്ഞോട്ടെ, സാത്താൻ എല്ലാത്തിനും അയാൾക്ക് ശക്തി കൊടുക്കും. പ്രിയപ്പെട്ടവരെ, ഞാൻ നിർത്തുകയാണ്. മറ്റുള്ള കാര്യങ്ങൾ ഇനി എല്ലാം കൂടെ പറയുമ്പോൾ എനിക്ക് അതിൻ്റെ നമ്മുടെ സമയങ്ങൾ അതിക്രമിക്കുകയാണ്. അതുകൊണ്ട് ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് കണ്ടെത്തുക. അത്യാവശ്യമുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാവരും പ്രാർത്ഥിക്കുക. ഈ വീഡിയോകൾ കഴിയുന്നിടത്തോളം ഈ വീഡിയോ എല്ലായിടത്തും ഷെയർ ചെയ്യണം. ആർക്കെങ്കിലും വേദന തോന്നിയിട്ടുണ്ടെങ്കിൽ അവരെല്ലാവരും ഇത് അറിയട്ടെ. എല്ലാവരും അത് ആരെങ്കിലും അയാളെ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ അവരെല്ലാവരും അറിയട്ടെ. അറിഞ്ഞത് അവർ സത്യം അറിയട്ടെ. എല്ലാവരും പരമാവധി ഷെയർ ചെയ്ത് എല്ലാവരെയും അറിയിക്കണം. ഫേസ്ബുക്കിൽ ഞാൻ ലിങ്ക് ഇടാനാണ് നോക്കുന്നത്. അവിടെ എല്ലാവരും കണ്ട് എല്ലാവർക്കും അറിയാനായിട്ട് ശ്രമിക്കണം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ആമീൻ. ദൈവനാമത്തിന് മഹത്വം.